ടാരോറ്റ് ഹീലിംഗ് വിത്ത് ശ്രീരുദ്രയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ തലക്കെട്ട് ഇതാണ്: മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ എനിക്ക് എൻ്റെ അവബോധം എങ്ങനെ ഉപയോഗിക്കാം. 3 കാർഡ് സ്പ്രെഡാണ്. അപ്പോൾ റീഡിങ്ങിലേക്ക് കടക്കാൻ കൂട്ടുകാരെ. പാസ്റ്റിലെ കാർഡ് ജസ്റ്റിസ് എന്ന മേജർ ആർക്കാന കാർഡാണ്. ജസ്റ്റിസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, നീതി, നിയമം, സത്യം, ഉത്തരവാദിത്വം, നേര് എന്നിവയൊക്കെ ഈ കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. ഈ കാർഡിലൂടെ പ്രപഞ്ചം നമ്മോട് പറയുന്നത് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് അവ സത്യസന്ധതയോടെ ചെയ്യുക എന്നുള്ളതാണ്. ഒരു നീതി ദേവതയുടെ ചിത്രമാണ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നത്. കരിയർ സംബന്ധമായുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ ഇതേ രീതിയിൽ നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ സത്യവും നീതിയുക്തവുമായ നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കും എന്നതിൽ സംശയമൊന്നും വേണ്ട. എന്ത് തീരുമാനങ്ങൾ, ഉദാഹരണത്തിന് ഇപ്പോൾ റിലേഷൻഷിപ്പിൽ എടുക്കേണ്ടി വരുന്ന തീരുമാനങ്ങൾ ന്യായത്തെ മുൻനിർത്തി നേരോടെ പ്രവർത്തിക്കുകയാണെങ്കിൽ ബന്ധങ്ങളിൽ തുല്യതയും സത്യസന്ധമായ സ്നേഹവും നമുക്ക് കിട്ടും. ധനപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ മികച്ച രീതിയിൽ നല്ല ഇടപാടുകൾ നടത്തി സാമ്പത്തിക ഉന്നതി കൈവരിക്കാൻ സുഗമമായി നമുക്ക് സാധിക്കുന്നു. സാമൂഹികപരമായും മറ്റുള്ളവരെ പരിപാലിക്കേണ്ടി വരുമ്പോഴും മേൽപ്പറഞ്ഞ പോയിന്റ്സുകൾ മനസ്സിലാക്കി യൂണിവേഴ്സ് അളിക്കുന്ന പാതയിലൂടെ മുന്നോട്ട് പോവുക. പ്രസൻറ്റിലെ കാർഡ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന മൈനർ ആർക്കാന കാർഡാണ്. ഇത് ഒരു എർത്ത് എലമെൻറ്റിനെ സൂചിപ്പിക്കുന്ന കാർഡാണ്. പെൻറ്റക്കിൾസ് സമ്പത്തിനെയും ആരോഗ്യത്തെയും കുറിക്കുന്നുണ്ട്. സാമ്പത്തികപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടി വരുന്ന സന്ദർഭത്തിലാണെങ്കിൽ കെയർഫുള്ളായി ഇരിക്കുക. മറ്റുള്ളവർ നിങ്ങളെ മുതലെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് കാണാം, അതിന് ഇട കൊടുക്കരുത്. അളന്ന് കുറിച്ച് ചെയ്യുക. ഇപ്പോൾ ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണം എന്നുള്ള ചൊല്ലറിയാമല്ലോ, അതുപോലെ ക്ഷമയോടെ കൃത്യതയോടെ നിങ്ങളുടെ അവബോധം ഉപയോഗിച്ച് ധനവിനിമയം നടത്തുക. കരിയറിൽ തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക. വിജയ കവാടം നിങ്ങളുടെ മുന്നിൽ യൂണിവേഴ്സ് തുറന്നിട്ടിരിക്കുകയാണ്. മനസ്സിനെ സ്റ്റേബിളാക്കി യാഥാസ്ഥിതിക കൈവിടാതെ കഠിനാധ്വാനം ചെയ്ത് ഉൽപ്പാദനക്ഷമത കൈവരിക്കുക. ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ 8 ഓഫ് പെൻറ്റക്കിൾസ് എന്ന മൈനർ ആർക്കാന കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, അധ്വാനിച്ച് വെൽത്ത് ഉണ്ടാക്കുന്ന ഒരു ആളിന് ധനസമ്പാദനത്തിന് വേണ്ടി ജോലിയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് ധനം സമ്പാദിച്ച് ജോലിയിലും ജീവിതത്തിലും വളർച്ച നേടാൻ ശ്രമിക്കുക. എന്തു തന്നെ ആയാലും ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ധനം സമ്പാദിക്കുക എന്നുള്ളത് അത്യാവശ്യ കാര്യമാണ് എന്ന് പ്രപഞ്ചം ഈ ഭൂമി തത്വ കാർഡിലൂടെ നമുക്ക് ഉത്തേജനം നൽകുകയാണ്. ആരോഗ്യത്തിലും ശ്രദ്ധിക്കുക. നിങ്ങൾ ഓരോരുത്തരും നല്ല സ്കിൽ ഉള്ളവരാണെന്ന് കാണുന്നു, അത് പ്രയോജനപ്പെടുത്തുക. സ്വന്തം അവബോധത്തിൽ വിശ്വസിക്കുക. ശരിയായ രീതിയിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളെ കൈകാര്യം ചെയ്യുക. ഈ 3 കാർഡുകളും ചേർത്ത് വായിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് സത്യസന്ധതയോടെ കാര്യങ്ങളെ നോക്കിയിട്ട് ജീവിതം സുസ്ഥിരമാക്കുവാൻ നാം എന്ത് തൊഴിലിലാണോ ഏർപ്പെട്ടിരിക്കുന്നത് അത് ആത്മാർത്ഥതയോടെ ചെയ്ത് ജീവിക്കുവാൻ ആവശ്യമായ സാമ്പത്തിക ഉന്നതി കൈവരിച്ച് ഉയരങ്ങൾ കീഴടക്കാൻ ശ്രമിക്കുക. നമുക്ക് ഓരോരുത്തർക്കും അവരവരുടേതായ കഴിവുകളുണ്ട്. ഏതിലാണ് നമ്മൾ ടാലൻറ്റഡ് എന്ന് മനസ്സിലാക്കി സമയാസമയങ്ങളിൽ മികച്ച തീരുമാനം കൈക്കൊണ്ട് ജീവിതം ആസ്വദിക്കുക. പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹ ആശീർവാദങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടാകും. എൻ്റെ റീഡിംഗ് ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ? എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യണേ. വീണ്ടും അടുത്ത ഒരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.